നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ലോകത്ത് കുറച്ച് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. കൂടാതെ മറ്റു പല ന്യൂസുകൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. സോ കോച്ച് ചേഞ്ചിന്റെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞാണല്ലോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കോച്ചിങ് അപ്പോയിന്റ്മെന്റ്സിൽ നിന്ന് തുടങ്ങാം. മറ്റൊന്നുമല്ല, സ്ട്രാസ്ബർഗിന്റെ കോച്ചായിരുന്ന ലിയാം റൊസനിയറിനെ ചെൽസി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 2031 വരെ ഒരു കോൺട്രാക്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഹിയർ വി ഗോ വന്നു, എവറിത്തിങ് ഈസ് ഡൺ. സോ ലിയാം റൊസനിയർ വിൽ ബി ദ ന്യൂ ചെൽസി മാനേജർ. അതുപോലെ തന്നെ സ്ട്രാസ്ബർഗിൽ ആളുടെ പകരക്കാരനായിട്ട് വരിക കോച്ചായിട്ട് ഗ്യാരിയോ നീലാണെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സോ അവിടെ നമ്മൾ മറ്റൊരു മാനേജറിയൽ അപ്പോയിന്റ്മെന്റിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലെച്ചർ ആണല്ലോ, ഡാരൻ ഫ്ലെച്ചർ ആണ് തൽക്കാലത്തേക്ക് ഇന്ററിം കോച്ചായിട്ട് മാനേജർ യുണൈറ്റഡ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സീസൺ എൻഡ് വരെയിലേക്കല്ല വന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പുതിയൊരു കെയർ ടേക്കർ മാനേജറിന് വേണ്ടി രംഗത്തുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. സോ ആ ഒരു കെയർ ടേക്കർ മാനേജർ റോളിൽ ഇപ്പോൾ ഫേവറേറ്റ് ഒലെഗാനോ സോൾജർ ആണെന്നും ഡീല് ഓൾമോസ്റ്റ് ഡൺ ആവും എന്നുള്ള രീതിയിലാണ് ഫാബ്രിസിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ സോൾജർ വിൽ ബി ബാക്ക് അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് അപ്പോയിന്റ്മെന്റ്. ഒന്നാമത്തെ കാര്യം, ക്ലബിനെ എ ടു ഇസഡ് അറിയാവുന്ന ഒരാളാണ്. കൂടാതെ പല പ്ലേയേഴ്സും പുള്ളിയുടെ അണ്ടർ കളിച്ചിട്ടുമുണ്ട്. ആൻഡ് പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ മേ ബി ലീഗിന് സൂട്ടബിൾ, ഇപ്പോഴത്തെ യുണൈറ്റഡ് സ്ക്വാഡിന് പറ്റിയ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ആണ്. സോ മേ ബി ഒരു ടോപ്പ് 4 പുഷ് ചെയ്യാനായിട്ട്, ഇപ്പം 6th സ്പോട്ടിലാണ് യുണൈറ്റഡ്, ഈസിലി ടോപ്പ് 4 പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സോൾജർ ശരിക്കും സെൻസിബിൾ ആയിട്ടുള്ള ഒരു കെയർ ടേക്കർ അപ്പോയിന്റ്മെന്റ് ആണ്. പെർമനന്റ് മാനേജർ റോളിലോട്ട് പുള്ളി ഇനി പോകുമെന്ന് എനിക്കറിയത്തില്ല. അത് ചിലപ്പം നടക്കത്തില്ലായിരിക്കും. മേ ബി സമ്മറിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു കോച്ചിനെ നോക്കുമായിരിക്കും. നമുക്കറിയാം, വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും പലരും അവൈലബിൾ ആവാം. റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോ കിട്ടാം. സോ എനിത്തിങ് ഈസ് പോസിബിൾ. സോ സോൾജറിനെ വെച്ച് യുണൈറ്റഡ് ഈ സീസൺ എൻഡ് ചെയ്യും എന്നുള്ളൊരു ഫീൽ ആണുള്ളത്. എന്താണ് നിങ്ങൾക്ക് സോൾജർ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് അപ്പോയിന്റ്മെന്റ്. അതുപോലെ തന്നെ മറ്റു കുറച്ച് കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും എവൻസ്, ജോണി എവൻസ് ആണെങ്കിൽ തിരിച്ച് യുണൈറ്റഡിൽ ഒരു ടെക്നിക്കൽ സ്റ്റാഫ് എന്നുള്ള രീതിയിൽ ഫ്ലെച്ചറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ട്രാൻസ്ഫർ റിലേറ്റഡ് കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും സെമന്യോ ടു മാൻ സിറ്റി, ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. 65 മില്യന്റെ ഡീൽ ഈസ് ഡൺ. സോ സെമന്യോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഇന്ന് ടോട്ടൻഹാം ഹോട്ട്സ്പറിന് അഗേൻസ്റ്റ് നടക്കുന്ന മാച്ച് ആയിരിക്കും പുള്ളിയുടെ ലാസ്റ്റ് മാച്ച് ഫോർ ബോൺമുത്ത് എന്നാണ്. അതായത് ഇനി ഫ്യൂച്ചറിൽ വരാം, ബട്ട് ആസ് ഓഫ് നൗ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇതിന് ശേഷം ആള് മാൻ സിറ്റിയിൽ ജോയിൻ ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഫാബ്രിസിയോ ഒക്കെ കൺഫേം ആക്കിയിരിക്കുന്നത്. സോ ഹിയർ വി ഗോ, ആൾ ഇടുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഗെയ്ക്ക് വേണ്ടി സിറ്റി രംഗത്തുണ്ടെന്ന് സ്ട്രോങ് റിപ്പോർട്ടുകളുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ. മാർഗയി ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ടെന്ന് ഗ്ലാസ്നർ പബ്ലിക്കലി വന്ന് പറഞ്ഞിരിക്കുകയാണ്. ചില സമയത്ത് സ്പോർട്ടിംഗ് ഡിസിഷനേക്കാളും ഫൈനാൻഷ്യൽ ഡിസിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്നും ആ ഒരു സിറ്റുവേഷനിൽ ഗെയ് ഇപ്പം ക്ലബ്ബ് വിടാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണെന്നും പല ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. സോ ഗെയ് ആയിട്ട് ഇപ്പോൾ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ലിങ്ക് ആയിട്ട് നിൽക്കുന്ന ക്ലബ്ബ് മറ്റൊന്നുമല്ല, മാഞ്ചസ്റ്റർ സിറ്റി ആണ്. ഈ ഡീലിന് വേണ്ടി ശരിക്കും പുഷ് ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സിറ്റിയുടെ ഗോർഡിയോൾ മിക്കവാറും ഈ സീസൺ എൻഡ് വരെ ഔട്ട് ആയിരിക്കും. അതുപോലെ തന്നെയാണ് റൂബൻ ഡിയാസ് അറ്റ്ലീസ്റ്റ് 6 വീക്സ് ഔട്ട് ആണെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ മിക്കവാറും മാഞ്ചസ്റ്റർ സിറ്റി ഗെയ്ഡിൽ പുള്ള് ചെയ്യാൻ സാധ്യതയുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ലിവർപൂളും ബയൺ മ്യൂണിക്കും താരത്തിന് വേണ്ടി പുഷ് ചെയ്യുന്നു എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ആര് പുള്ള് ചെയ്യുമെന്ന്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബിറ്റ്വീൻ സിറ്റി, ലിവർപൂൾ ആൻഡ് ബയൺ. സിറ്റി മിക്കവാറും ഡെസ്പറേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ഫണ്ട് ഓഫർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ ഡീലിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയാം? ആര് പുള്ളിയും? ഐ തിങ്ക് ഗെയ് ടു സിറ്റി ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗ്രേറ്റ് അഡീഷൻ. അവിടെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണെങ്കിൽ, മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗന് ചെറിയൊരു ഇഞ്ചറി പറ്റിയതിനാൽ പുള്ളി സൂപ്പർ കോപ്പ ഡി എസ്പാനിയ കളിക്കത്തില്ല. ആള് തിരിച്ച് ബാർസലോണയിലോട്ട് വന്നിട്ടുണ്ട്. സോ ഇന്ന് ബാർസലോണ വേഴ്സസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ടെക്നിക്കലി പറയാനാണ് നാളെ വെളുപ്പിന് 12:30 ആ മത്സരം നടക്കുക. സോ ഈ ഒരു മത്സരത്തിലും അതുപോലെ തന്നെ ഫൈനലിലോട്ട് ബാർസ കിടക്കുവാണെങ്കിലും ടെർ സ്റ്റെഗൻ കാണത്തില്ല. സോ ടെർ സ്റ്റെഗൻ ഇഞ്ചറി എത്രമാത്രം നാളെ ഔട്ട് ആവും എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ ഒന്നും വന്നിട്ടില്ല. അത് അസസ് ചെയ്തിട്ടേ വരത്തുള്ളൂ. സോ ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അതുപോലെ തന്നെയാണ് കിലിയൻ എംബാപ്പെ സൂപ്പർ കോപ്പ ഡെ എസ്പാനിയ കളിക്കത്തില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പുള്ളിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പുള്ളി ട്രാവൽ ചെയ്തേക്കാന്നുള്ള രീതി റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷെ റയൽ റിസ്ക് എടുക്കുന്നില്ല. കിലിയൻ എംബാപ്പെ സൂപ്പർ കോപ്പ ഡെ എസ്പാനിയ സ്ക്വാഡിൽ ഇല്ല. ബാർസ വേഴ്സസ് ബിൽബാവോ ആണ് ഇന്ന്. നാളെയാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഡെർബി. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 മാച്ചുകളാണ് നടക്കാൻ പോവുക. ഫൈനലിൽ നമ്മൾ മറ്റൊരു എൽ ക്ലാസിക്കോ കാണാനായിട്ടായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷെ നമുക്കറിയാം, ബിൽബാവോയും അത്ലറ്റിക്കോ മാഡ്രിഡും ഈസിലി കേപ്പബിൾ ആണ്. 2 ടീമിനെ തോപ്പിക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള ടീംസ് തന്നെയാണ്. സോ ഐ തിങ്ക് നാളത്തെ മാഡ്രിഡ് ഡെർബി സൂപ്പർ മാച്ച് ആയിരിക്കും. ഇന്ന് ബിൽബാവോ നമ്മളെ ഫൈറ്റ് ചെയ്യും, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ചെറിയൊരു ഫേവറേറ്റ്സ് നമ്മൾ തന്നെയാണ്, ബാർസ തന്നെയാണ്. പക്ഷെ ബിൽബാവോയുടെ കാര്യത്തിൽ, അത്ലറ്റിക്കോ മാഡ്രിഡ് ഡെർബിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. അത്ലറ്റിക്കോ സൊസൈഡാൻ അഗേൻസ്റ്റ് ഡ്രോ പിടിച്ചാണ് വരുന്നത്. റയൽ മാഡ്രിഡ് 5-1 ബെറ്റിസിനെ തകർത്ത് വിട്ടുമാണ് വരുന്നത്. സോ അവിടെ നമ്മൾ മറ്റൊരു കാര്യം പറയാനായിട്ടാണ്, ഇപ്പം ബാർസലോണയുടെ മാച്ചിന്റെ ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന് കുറച്ച് തിരക്കിലായിപ്പോയി. റിവ്യൂ എന്നുള്ള രീതിയിലല്ല, പക്ഷെ ജോൺ ഗാർഷ്യയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ വലിയൊരു അൺജസ്റ്റിസ് ആകുമോ. അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നത്. സോ ബാർസലോണ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, ആ മാച്ച് മിക്കവരും കണ്ടു കാണും.
2-0 ജയിച്ചിരുന്നു എസ്പാനിയോളിന്റെ അഗേൻസ്റ്റ്. സോ ഇതൊരു ഡെർബിയാണ്. നമുക്കറിയാം 25 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് എക്സിക്യൂട്ട് ചെയ്ത് എസ്പാനിയോളിൽ നിന്ന് ബാർസലോണ കൊണ്ടുവന്ന ഗോൾ കീപ്പറാണ് ജോൺ ഗാർഷ്യ. സോ ജോൺ ഗാർഷ്യയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഇതൊരു ലോട്ടറി അടിച്ച ഒരു ഫീലാണ് ബാർസലോണ ഫാൻസിന്. കാരണം ഒരു ഗോൾ കീപ്പർ സിറ്റുവേഷൻ വർഷങ്ങളായിട്ട് ബാർസലോണ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ഇപ്പൊ ടീബോ കോർട്ടോ വീക്ക് ആഫ്റ്റർ വീക്ക് അല്ലെ ബിഗ് ചാമ്പ്യൻസ് ലീഗ് നൈറ്റുകളിൽ റയൽ മാഡ്രിഡിനെ രക്ഷിക്കുന്ന കാണുമ്പോഴേക്കും ശരിക്കും അസൂയ തോന്നിയിട്ടുണ്ട്. ആസ് എ ബാർസ ഫാൻ ഉള്ള പറയാലോ. സോ നമുക്കൊരു ഗോൾ കീപ്പർ കിട്ടിയിരുന്നെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയെന്ന് കൺഫേം ആക്കുമല്ല, പക്ഷെ അങ്ങനെ കിട്ടി എന്നുള്ളൊരു ഫീൽ റീസെന്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ടെർ സ്റ്റെഗൻ ഹാസ് ബീൻ ഗ്രേറ്റ് ഫോർ us, പക്ഷെ ലാസ്റ്റ് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ടെർ സ്റ്റെഗൻ ഓൾവേസ് ഡിസപ്പോയിന്റ് ഇൻ ബിഗ് മാച്ചസ്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം ഷോട്ടുകൾ വന്നാലോ അല്ല 1-on-1 സിറ്റുവേഷനിലോ സേവ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ജോൺ ഗാർഷ്യ തരുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ബാർസലോണ സ്റ്റാർട്ടഡ് പൂർലി. ബാർസലോണയ്ക്ക് എസ്പാനിയോ ഒത്തിരി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുമായിരുന്നല്ല, ബട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ക്വാളിറ്റി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ. ഫെറാൻ ടോറസ് വീണ്ടും ഡിസപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ജോൺ ഗാർഷ്യ നടത്തിയ സേവുകൾ അത് എണ്ണി പറയേണ്ട ആവശ്യമുണ്ട്. ഇതിലെ 1-on-1 സിറ്റുവേഷനിൽ ആളൊരു സേവ് നടത്തിയിട്ട് ജെറാർഡ് മാർട്ടിനെ പുള്ളി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പോയ ബ്രോ. അത് ഓക്കെ, അത് ജെറാർഡ് മാർട്ടിൻ ഇഞ്ചുറി എല്ലാം വരുമായിരുന്നു, നമ്മൾ ഇതുപോലെ ചിരിക്കത്തില്ല. പക്ഷെ എന്നാലും ആളവിടെ ജെറാർഡ് മാർട്ടിനെ പുള്ളി ചെയ്യുന്നു. പുള്ളി ചെയ്യുമ്പോഴും രസം അതല്ല, വീഴുന്ന സമയത്ത് ജെറാർഡ് മാർട്ടിൻ കാല് പൊക്കുന്നുണ്ട്. ആ കാലിൽ കൊണ്ടാണ് അത് വെളിയിൽ പോകുന്നത്. കാരണം ജോൺ ഗാർഷ്യക്ക് മനസ്സിലായി പുള്ളിക്ക് അവിടെ എത്താൻ പറ്റത്തില്ലെന്ന്. ആ ഒരു സിറ്റുവേഷനിൽ ആള് ജെറാർഡ് മാർട്ടിനെ അങ്ങോട്ട് തള്ളിയിടുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു പോയിന്റ് ബ്ലാങ്ക് സേവ് കണ്ടു. അതൊരു 1-1.5 സേവ് ആയിരുന്നു. ഹെഡർ സേവ് പറയാതിരിക്കാൻ പോയ. ഈവൻ എസ്പാനിയോൾ പ്ലേയേഴ്സ് ഫാൻസ് വെർ ഓൾ ഇൻ ഷോക്ക്. പുള്ളിക്ക് എസ്പാനിയോൾ പ്ലേയേഴ്സ് പുള്ളിയുടെ എക്സ് ടീമേറ്റ്സ് ആണ് എല്ലാം കൺഗ്രാലേറ്റ് ചെയ്യുന്ന സിനാരി നമ്മൾ കണ്ടു. ആ ഒരു സേവ് 1-1.5 സാധനമായിരുന്നു. കൂടാതെ സെക്കൻഡ് ഹാഫിൽ ഒരു 1-on-1 സേവ്, പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന 1-2 സേവുകൾ. മാൻ ഇറ്റ്സ് സംതിങ് എൽസ് പെർഫോമൻസ് തന്നെയായിരുന്നു ജോൺ ഗാർഷ്യയുടെ. പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ മാച്ചിലെ ബിഗസ്റ്റ് പോസ്റ്റ് ജോൺ ഗാർഷ്യയാണ്. നമ്മൾ അറ്റാക്കിംഗ് വൈസ് നമ്മൾ കുറച്ച് ഫ്ലുവന്റ് അല്ലായിരുന്നു. ഇപ്പൊ ഈ റഫീന നമ്പർ 10 പരിപാടി അധികം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് റാഷ്ഫോർഡ് ഓഫ് ദ ബെഞ്ച്, റഫീന ഓൺ ദ ലെഫ്റ്റ്, അത് തന്നെ ആയിരിക്കും ഗെയിം ചേഞ്ചർ. ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു ഫെർമിൻ ലോപ്പസ്, ഓൾമോ ഒക്കെ പോലത്തെ പ്രോപ്പർ നമ്പർ 10s വന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഗെയിം പിച്ച് ഓപ്പൺ അപ്പ് ആക്കാനായിട്ട് സാധിച്ചു. സോ മെയിൻലി ഓൾമോഡ് ആ ഗോൾ രക്ഷയില്ലാത്ത സാധനമായിരുന്നു. സൂപ്പർ സാധനം. ഫെറാൻ ടോറസ് ക്രിയേറ്റഡ് ആയിട്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഗോളില് ഫെറാൻ ടോറസിന്റെ റൺ വരുവാണ്. അവിടെ ഫെറാൻ ടോറസ് അല്ല ഫേവറേറ്റ് ആ ബോൾ വിൻ ചെയ്യാൻ. അവിടെ നിന്ന് ആള് റൺ ചെയ്ത് ആ ബോളും വിൻ ചെയ്തിട്ട് ലെവൻഡോസ്കിക്ക് ഇട്ട് കൊടുക്കുന്നത്. ലെവൻഡോസ്കിയുടെ നല്ലൊരു ഫിനിഷ് ആയിരുന്നു. അത് ഈസി ഫിനിഷ് അല്ലായിരുന്നു, അത് നല്ല സാധനമായിരുന്നു. സിമ്പിൾ ടാപ്പിനൊന്നും അല്ലായിരുന്നു. ആൻഡ് 2-0 ഒരു വിക്ടറി ആയിട്ട് നമ്മൾ പോവാണ്. പക്ഷെ ജോൺ ഗാർഷ്യ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറാണ് നമ്മളെ ഈ ഗെയിമിൽ നിർത്തിയത്. അത് പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ഈ സീസണിൽ പല മാച്ചുകളും ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ തന്നെ എടുത്തു പറയാനായിട്ടാണ് ആ ന്യൂകാസിൽ മാച്ചിൽ ആദ്യത്തെ ഒരു 10-30 മിനിറ്റിൽ ജോൺ ഗാർഷ്യയുടെ ഒറ്റ മികവിലാണ് നമ്മൾ കൺസീഡ് ചെയ്യാതിരുന്നത്. പിന്നീട് റാഷ്ഫോർഡിന്റെ 2 ഗോളുകൾ സെക്കൻഡ് ഹാഫ് വരെ നമ്മൾ കളി ജയിച്ചുകൊണ്ട് പോവുകയായിരുന്നു. സോ ഈ സീസണിൽ ധാരാളം ഇങ്ങനത്തെ മാച്ചുകൾ വന്നിട്ടുണ്ട് ജോൺ ഗാർഷ്യയുടെ മികവിൽ നമ്മൾ ജയിക്കുന്നത്. സോ അത് പോസിറ്റീവ് ആണ്. പുള്ളി വന്നതിന് ശേഷം ഡിഫെൻസീവ്ലി നമ്മൾ വൾണറബിൾ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും പുള്ളിയുടെ മികവിൽ നമ്മളിപ്പം ക്ലീൻ ഷീറ്റ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ മാച്ചിൽ ഇപ്പം ജെറാർഡ് മാർട്ടിനും കുബാർസി ഇന്നലെ സൂപ്പറായിട്ട് തോന്നി. ജെറാർഡ് മാർട്ടിൻ മോശമല്ലായിരുന്നു, പക്ഷെ പുള്ളിയുടെ ബെസ്റ്റ് അല്ലായിരുന്നു. ഐ തിങ്ക് കുണ്ടെ ഓരോ മാച്ച് കഴിയുന്നതോറും വീണ്ടും നമ്മൾ ലാസ്റ്റ് സീസണിലെ കുണ്ടയുടെ ഒരു ഫീൽ തരുന്നുണ്ട്. ആൾ ഫോമിലായി വരുന്നുണ്ട്. സോ ക്യാൻസലോനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ പലരും ഈ ഡീലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഈസ് ക്യാൻസലോ എ ഗുഡ് സൈനിങ്? എന്റെ ഒരു ഒപ്പീനിയനിലോട്ട് വരുമ്പോഴേക്കും ജോ ക്യാൻസലോ ടു ബാർസലോണ, ഡസ് ഇറ്റ് മേക്ക് സെൻസ് റൈറ്റ് നൗ? നോ. ഡെഫിനറ്റ്ലി ഹാൻസി ഫ്ലിക്ക് വേണ്ടിയിരുന്നത് ഒരു സെന്റർ ബാക്കിനെയാണ്. ഞാൻ ഇപ്പോഴും പറയണം, ഹാൻസി ഫ്ലിക്ക് പബ്ലിക്കലി പറയുകയും ചെയ്താണ്. എനിക്ക് 100% ഉറപ്പാണ് പുള്ളി ഹാപ്പി അല്ലായിരിക്കും. പുള്ളി ഹാപ്പി ആണോ എന്നല്ല, പുള്ളി സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കും ഈ വിൻഡോയിൽ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ബാർസലോണയ്ക്ക് ഇപ്പം വേണ്ടത്, ഹാൻസി ഫ്ലിക്കിന് ഇപ്പം വേണ്ട ഒരു CB ആണ്. കാരണം നമുക്ക് ഇനിഗോ മാർട്ടിനസ് പുള്ളിയുടെ ബെസ്റ്റ് സ്റ്റാർട്ടിങ് CV, പുള്ളി ആർഗ്യുബിളി ദ മെയിൻ മാൻ. പുള്ളിനെ കൊടുത്തിട്ട് ഒരു സൈനിങ്സ് പോലും കൊണ്ടുവന്നില്ലെങ്കിൽ അത് ഏതൊരു കോച്ചിനാണെങ്കിലും ദേഷ്യം വരും. ഇപ്പം ഞാൻ ഇന്നലത്തെ സ്ട്രീമിൽ പറഞ്ഞ പോലെ പർട്ടാറ്റയുടെ അരികെ ചെന്നിട്ട് ഗബ്രിയലിനെ വിറ്റിട്ട് മാഡുവൊക്കെ ഡീല് സൈൻ ചെയ്തു. ഗബ്രിയലിനെ വിറ്റു. എന്നിട്ട് കിവിയോറിനെയും സലീബേനെ വെച്ച് അങ്ങോട്ട് കളിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഇപ്പൊ ഹിൻകാപ്പിയ മൊസ്കറ ഡീലൊന്നും ഡണ്ണാക്കിയില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മളൊരു എക്സാമ്പിൾ പറയാനാണ് ഗബ്രിയലിനെ. ഇപ്പൊ ഗബ്രിയൽ ലെവലാണ് ഇനിഗോ എന്നാണ് പറയുന്നത്, പക്ഷെ അമ്മാതിരി ഇമ്പോർട്ടന്റ് പ്ലെയർ ആയിരുന്നു ബാർസലോണയുടെ ലീഡർ ആയിരുന്നു പുള്ളി. ഇപ്പൊ ഗബ്രിയലിനെ ആർസണലിൽ കൊടുത്തിട്ട് പോയി മാഡുവെക്കാനെ സൈൻ ചെയ്ത്, മാഡുവെക്കാന്റെ സൈനിങ് പെർമനന്റ് ആക്കി. ഗബ്രിയലിനെ പകരം കൊടുത്തു. കിവിയോറിനെയും സലീബെ മാത്രമാണ് CB ഓപ്ഷൻ. ആ ഒരു സിനാരിയോ ആണ്. സോ ഏതൊരു കോച്ചിനാണെങ്കിലും ദേഷ്യം വരുത്തില്ല. സോ
എനിക്ക് ഹാൻസി ഫ്ലിക്കിന്റെ അവസ്ഥ മനസ്സിലാകും. പക്ഷെ പുള്ളി ഞാൻ പുള്ളിക്ക് ഹാറ്റ്സ് ഓഫ് എന്താ പറയുക ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. പുള്ളി ഇതുവരെ പബ്ലിക്കിൽ വന്ന് ബോളിനെ അഗേൻസ്റ്റ് പറയുകയോ ഓപ്പൺ ആയിട്ട് ക്രിറ്റിസിസം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ഒരു CB മസ്റ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് അവൈലബിൾ അല്ല. സിമ്പിൾ സിനാരിയോയിൽ പറയാനായിട്ടാണ് ഈ സെനേസി ആണെങ്കിലും മൈക്ക മെർമോണിന് 5 മില്യൺ റിലീസ് ക്ലോസ് ഉണ്ടെന്ന് കേട്ടു. മേ ബി അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ബേസിക്കലി നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ തരുവാണ്. അതായത് ലോൺ മിക്കവാറും ഒരു പീസും കാണത്തില്ല. ആൻഡ് സാലറിയുടെ മെജോറിറ്റിയും കവർ ചെയ്യുന്നത് അൽ ഹിലാലാണ്. സോ ബേസിക്കലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പൊ ജോർജ് മെൻഡസ് ഇത് കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്യാൻസലോയ്ക്ക് താല്പര്യം ബാർസ ആയതുകൊണ്ടാണ് വന്നത്. കാരണം അക്കർബിയും ഡിബിർജിനെയും ഇന്റർ മിലാൻ ഓഫർ ചെയ്തിരുന്നു ഒരു സ്വാപ്പ് ഡീൽ. ഫുൾ സാലറി അവർ കവർ ചെയ്തിരുന്നു. സോ ബേസിക്കലി അൽ ഹിലാലിന് നല്ല ഡീൽ അതാണ്. ഒരു പ്ലെയറിനെയും കിട്ടും, ഫുൾ സാലറി അവർ കവർ ചെയ്യും. അതേ സമയത്ത് ഇപ്പം ബാർസലോണയിലോട്ട് വരുമ്പോൾ പൈസയും കിട്ടത്തില്ല, സാലറി നമ്മൾ കൂടുതൽ കൊടുക്കുകയും വേണം. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ അൽ ഹിലാൽ ഇത് അക്സെപ്റ്റ് ചെയ്തത് ജോർജ് മെൻഡസിനെ പിടക്കാതിരിക്കാനായിട്ട് തന്നെയായിരിക്കും ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ബാർസലോണ ആണെങ്കിലും ജോർജ് മെൻഡസുമായിട്ട് ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വരുവാണ് നമുക്കറിയാം. കൂടാതെ നമ്മുടെ പ്രസിഡന്റായിട്ട് ക്ലോസ് ആണ്. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഐ തിങ്ക് ക്യാൻസലോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ക്യാൻസലോ ക്യാൻ പ്ലേ ആസ് എ ലെഫ്റ്റ് ബാക്ക് ആൻഡ് എ റൈറ്റ് ബാക്ക്. സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്. ഇഫ് ക്യാൻസലോ ഈഗോ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കിയില്ല. പുള്ളി പോയ എല്ലായിടത്തും ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. യുവന്റസിൽ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്, ബയണിൽ ലോൺ പോയപ്പോൾ അവിടെ ഇഷ്യൂ ഉണ്ടാക്കി, ഇപ്പൊ അൽ ഹിലാലിൽ ചെന്ന് ഇഷ്യൂ ഉണ്ടാക്കി, സിറ്റി വെച്ച് നമുക്കറിയാം ഇഷ്യൂ ഉണ്ടാക്കി. സോ ആള് മിനിറ്റ്സ് കിട്ടിയില്ലേ ആള് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ഈവൻ ബാർസ കളിച്ച സമയത്തും ആള് റെഗുലർലി കളിക്കുക, എല്ലാ മാച്ചും വീക്ക് ആഫ്റ്റർ വീക്ക് കളിക്കുമെന്നല്ല, പക്ഷെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങാനും മിക്ക മാച്ചും സ്റ്റാർട്ടൊക്കെ ചെയ്യാനും. ഇവിടെ മാത്രമാണ് ആൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ. ഈവൻ പുള്ളി പോയ സമയത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിയുടെ ഡ്രീം ക്ലബ്ബാണ്, അതാണ് ഇതാണ്. പുള്ളി ഇവൻ അൽ ഹിലാലി കളിക്കുന്ന സമയത്തും നമ്മൾ ഇന്റർവ്യൂസിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ പുള്ളിയുടെ ഡ്രീം ക്ലബ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ബാർസലോണയിലോട്ട് വന്നത്. വിത്തോടെ ഇപ്പൊ വേൾഡ് കപ്പിന് വേണ്ടി സ്ക്വാഡിൽ കയറാൻ എന്നുള്ള യൂറോപ്പിൽ കളിക്കുവാണെങ്കിൽ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. പക്ഷെ നമുക്കറിയാം സൗദി പ്രോ ലീഗിൽ നിന്ന് പ്ലേയേഴ്സ് ക്യാൻസലോനെ എല്ലാം പുള്ളി വിളിക്കാറുണ്ട്. കൂടാതെ ഇന്റർ മിലാൻ യൂറോപ്പിലുള്ള ഒരു ടീമല്ല, പുള്ളിക്കല്ല ഇന്ററിലോട്ടാണ് നീങ്ങിയാൽ മതിയായിരുന്നു. സോ ഡെഫിനറ്റ്ലി ക്ലബിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പുള്ളി ഈഗോ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇറ്റ്സ് എ ഗുഡ് ഡീൽ. കാരണം പുള്ളിക്ക് ലെഫ്റ്റ് ബാക്കും കളിക്കാം, റൈറ്റ് ബാക്കും കളിക്കാം. ഇപ്പൊ ബാൾഡെ നമുക്കറിയാം പലപ്പോഴും ഫുൾ 90 മിനിറ്റ്സ് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ അല്ല. വീക്ക് ആഫ്റ്റർ വീക്ക് പുള്ളിനെ മാറ്റേണ്ട സിനാരിയോ വരെ. ആ ഒരു കേസിൽ ജെറാർഡ് മാർട്ടിനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് ആക്കുന്നതിന് പകരം ക്യാൻസലോ ബെഞ്ചിലുണ്ടെങ്കിൽ ക്യാൻസലോനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് ആക്കാം, ബെഞ്ചിൽ നിന്ന് ഇറങ്ങാം. അതുപോലെ തന്നെയാണ് കുണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ എറിക് ഗാർഷ്യയെ പിടിച്ച് റൈറ്റ് ബാക്ക് ഇടണ്ട, ക്യാൻസലോയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനൊരു നോക്കൌട്ട് മാച്ച് ആർസണൽ അഗേൻസ്റ്റ് ഒക്കെ വരുവാണ്, നേരെ പോയി പുള്ളി സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ 1-0 പുറകിലാണ്, അല്ലെങ്കിൽ ഒരു 1-1 നിൽക്കുകയാണ്, നമുക്ക് അഗേൻസ്റ്റ് ടീം ലോ ബ്ലോക്ക് ഇട്ടിരിക്കുകയാണ്. ആ ഒരു കേസ് സിനാരിയോ ഒക്കെ ക്യാൻസലോ അടിപൊളിയാണ്. പുള്ളി ചാൻസ് ക്രിയേറ്റിംഗ് മെഷീനാണ് പുള്ളി. ഡിഫൻസീവ്ലി പുള്ളി ഭയങ്കര വളർവാണ്. പുള്ളി ഒരു ഓവർലാപ്പിംഗ് ഫുൾ ബാക്കും അല്ല, പക്ഷെ പുള്ളി ചാൻസ് ക്രിയേഷന്റെ കാര്യത്തിൽ പുള്ളി ടോപ്പാണ്. ടൈറ്റ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ. അതിനേക്കാൾ ഉപരി എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്നൊക്കെയുള്ള ആളുടെ ഡെലിവറീസ്, ഇപ്പൊ ലെവൻഡോസ്കിനെയും ഫെറാൻ ടോറസിനെയും അല്ലെങ്കിൽ റഫീന ട്രാൻസും ഒക്കെ പുള്ളി ഫൈൻഡ് ചെയ്യും. സോ അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് അഗേൻസ്റ്റ് ടീമുകൾ ലോ ബ്ലോക്ക് ടീം അല്ലെ ലീഗിൽ ചെറിയൊരു മത്സരത്തിൽ നമ്മളെക്കാളും വീക്കറായ ഒപ്പോണൻസിന് അഗേൻസ്റ്റ് കുണ്ടേനെ റെസ്റ്റ് ചെയ്യണോ ബാൾഡേനെ റെസ്റ്റ് ചെയ്യണോ, ക്യാൻസലോയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു രീതിയിലോട്ട് വരുമ്പോഴേക്കും. സോ എനിക്ക് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള ഒരു ഫീൽ ആണ്. അത് പുള്ളി അടി ഉണ്ടാക്കിയില്ല, ഈഗോ ക്ലാഷ് ഒന്നും വന്നില്ലെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഡീൽ. അതാണ് എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഡീലിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാ? സോ എന്താണ് നിങ്ങളുടെ ഈ സൈനിങ്സും ഡീൽസും മറ്റുമൊക്കെ പറയാം? ഓളെ കാണാൻ സോൾസ്റ്റർ തിരിച്ചു വരുന്നതിനെ കുറിച്ച്, ഐ തിങ്ക് ലിയാം റോസൻഡിയറിന്റെ സൈനിങ്, കുറെ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും 2026 ഒരു ബാങ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയേക്കുന്നത് അല്ലെ. ചെൽസിയില്, യുണൈറ്റഡില്, ബാർസയില് ഇപ്പൊ ഒന്നും കിട്ടാത്തടത്തുനിന്ന് എന്തേലും കിട്ടിയെന്നുള്ള. ഞാൻ ശരിക്കും ഒരു സൈനിങ്ങും കാണത്തില്ലെന്ന പ്രതീക്ഷ. അവിടുന്ന് ക്യാൻസലോ എങ്കിൽ ക്യാൻസലോ എന്നുള്ളൊരു സിനാരി വന്നു. ഒരാളെ കിട്ടിയല്ലോ, ക്യാൻസലോ എങ്കിൽ ക്യാൻസലോ. സോ പുള്ളി മിക്കവാറും സൂപ്പർ കപ്പിന് ശേഷം ജോയിൻ ചെയ്യുകയും സൂപ്പർ കപ്പ് സ്ക്വാഡിൽ എന്തായാലും പുള്ളിയില്ല. നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്തായാലും ഇന്നത്തെ ബിൽബാോ മാച്ച് വാച്ച് ലോങ്ങിൽ നമുക്ക് കാണാം. ജയിച്ചാൽ മതിയായിരുന്നു. ഫൈനലില് മഡ്രിഡോ റയൽ മാഡ്രിഡോ അത്ലറ്റിക്കോ ആരാന്ന് വെച്ചാൽ വരട്ടെ, നമുക്ക് നോക്കാം. പക്ഷെ ആദ്യം ഇന്ന് ജയിക്കണം. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും